मैं हो लाही माही माँ मैं हो बाही लाही ഇനി ഡൗട്ടൊന്നുമില്ലല്ലോ ആയിരിക്കും. എല്ലാവരുടെ പാർട്ട്നേഴ്സിനെയൊക്കെ മനസ്സിലായില്ലല്ലോ ആയിരിക്കും. അപ്പോൾ ഓക്കെ, ടൈം ആദ്യം കളയണ്ട കേട്ടോ. ഇന്ന് തന്നെ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തു എല്ലാവരും. ഓക്കെ, മോളെ കോളടിച്ചല്ലേ? എന്ത് കോള്? നീ ഒന്ന് പോയടന്നു. എന്റെ പൊന്നു ബേബി, നീ എന്തൊരു ഇത്ര ടെൻഷൻ അടിക്കണ? ആ ജസ്റ്റിന്റെ ഒരു അസൈൻമെന്റ് പാർട്ട്ണർ അല്ലേ? അല്ലാണ്ട് നീ പിന്നെന്താ ഉദ്ദേശിച്ചത്? എന്റെ വേദിക മോളെ, ഈ ഇയർ തീരുന്ന മുമ്പ് നീ ഒന്ന് മനസ്സ് വെച്ചാ ആ അസൈൻമെന്റ് മാറ്റി ആ പാർട്ട്ണർ അത് മാത്രം ആദം. ഡി മിയ, നീ മിണ്ടാണ്ടിരുന്നോ? എൻ്റെ കയ്യിൽ നിന്ന് നീ വാങ്ങൂട്ടാ. എന്റെ പൊന്നെ, ഇപ്പൊ എന്നോട് തമാശം പറയാൻ പാടില്ലേ? മിയ, ആ ഇഷ, എന്തായി? മിയക്ക് കുഴപ്പമില്ലെങ്കിൽ മിയയുടെ നമ്പർ എനിക്കൊന്ന് തരാൻ പറ്റുമോ? ആ അതിനെന്താ, തരാലോ. അല്ല, എന്തിനാ എന്റെ നമ്പർ? അതല്ല, നമ്മളാണല്ലോ അസൈൻമെൻറ്റ് പാർട്ട്നേഴ്സ്. അപ്പോൾ എനിക്ക് എന്തെങ്കിലും ഇപ്പോൾ ഒരു ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ ടെക്സ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ കോൾ ചെയ്ത് ആ ഒരു ഡൗട്ട് അങ്ങോട്ട് ക്ലിയർ ചെയ്യാമല്ലോ. അതുകൊണ്ടാണ് ഞാൻ നമ്പർ ചോദിച്ചത്. ഓ, ഞാൻ മറന്നു. ഇഷാനത് ഓർത്തല്ലേ, ഞാൻ തരാം. ബേബി, ഇഷാന്റെ നമ്പർ കിട്ടി. നിനക്ക് അവൻ്റെ നമ്പർ ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ പോരെ? എടി പൊട്ടി, അവൻ ഇങ്ങോട്ടാ ചോദിച്ചത് എന്നോട് വന്നിട്ട്. ഇങ്ങോട്ടൊരു ഓഫർ വന്നാ നമ്മളെങ്ങനെ തട്ടിക്കളയും? ഓഫറോ? നിനക്കെന്താ വയ്യ? നീ എന്തൊക്കെ പറയണ? ഓ ഇവള്, നിനക്കത് പറഞ്ഞ് മനസ്സിലാവൂല ബേബി. ഇതെന്തൊക്കെ കാണും എന്റെ കർത്താവേ. ദൈവമേ, മിയമോള് കൈ വിട്ട്. വേദിക, ആ, ഇയാളായിരുന്നോ? എന്തേ? ഇയാൾക്ക് ഓക്കെ ആണോ ഞാൻ ഇയാളുടെ അസൈൻമെൻറ്റ് പാർട്ട്ണർ ആയതിന്? ആ, ഞാൻ ഓക്കെയാണ്, എനിക്ക് കുഴപ്പമില്ല. ഇയാൾക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ പറയണോട്ടാ. അസൈൻമെന്റ് പാർട്ട്ണറല്ലേ, അല്ലാണ്ട് ലൈഫ് പാർട്ട്ണറൊന്നും അല്ലല്ലോ. മനസ്സിലായില്ല. എനിക്ക് ഒരു പ്രശ്നവും ഇല്ലെന്ന്. ഇയാൾ എൻ്റെ അസൈൻമെന്റ് പാർട്ട്ണറായില്ലേ? അല്ല, നോവയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ്, എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഞാൻ വേദികക്ക് ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് വിചാരിച്ചിട്ടാണ് പറഞ്ഞത്. ആ ആ, ആയിക്കോട്ടെ. വേദികക്ക് ഓക്കെ ആണെങ്കിൽ വേദികയുടെ നമ്പർ എനിക്കൊന്ന് തരാൻ പറ്റുമോ? എൻ്റെ നമ്പറോ? എന്തിനാ? അത് പിന്നെ നമ്മളാണല്ലോ അസൈൻമെൻറ്റ് ഒരുമിച്ച് ചെയ്യുന്നത്. ഇപ്പോൾ അതായിട്ട് PDF അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഡിസ്കസ് ചെയ്യണമെങ്കിൽ നമുക്ക് തമ്മിൽ കോണ്ടാക്റ്റ് ഉള്ളത് നല്ലതല്ലേ? ഓ ശരിയാണ്, ഞാൻ തരാം. ഓ, അസൈൻമെന്റ് എന്നൊക്കെ പറയാൻ നല്ല എളുപ്പമാണ്. അതിന് ചെയ്യണമെന്ന് ആലോചിക്കുമ്പോ ഭ്രാന്ത് കാണും. ഇവിടെ എല്ലാവരുടെ അവസ്ഥ ഇത് തന്നെയല്ലേ, പറഞ്ഞിട്ട് കാര്യമില്ല. എന്തൊക്കെ സ്വപ്നങ്ങൾ കണ്ടാൽ ട്രാൻസ്ഫർ ആയി ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്നിട്ട് ഇതാ കയറിയപ്പോൾ തന്നെ പണി. ഓ, ഞാൻ എൻ്റെ കൂടെ ട്രാൻസ്ഫർ തന്നെ വന്നല്ലേ? ഓ, എന്തായാലും ഇത്ര പുച്ഛം? ആരെങ്കിലും പറഞ്ഞ കൂടെ വരാൻ? നീലെങ്കിൽ ഞാൻ പിന്നെ എന്തേ ഓടാം. ഓ, അപ്പ മിയമോൾക്ക് സ്നേഹമൊക്കെ ഉണ്ടല്ലേ? പിന്നല്ലാണ്ട്, എൻ്റെ വേദികളിൽ പിന്നെ എനിക്ക് വേറെ ആരോ ഉള്ളത്? എനിക്ക് ലോകത്ത് ഇനി മാത്രമേ ഉള്ളൂ. ഓ മതി മതി മതി, ഞാൻ ഇത് കുറേ കേട്ടിട്ടുള്ളതാണ്. സോപ്പിൽ നിന്നെ കഴിഞ്ഞിട്ട് വേറെ ആരും ഉള്ളൂ. വേദിയൊരു കാര്യം. ഓ മടിയാവണം. ഇനി രാത്രി മൊത്തം ഇനി പണി കഴിക്കുമല്ലോ. ഉറക്കം വന്നിപ്പം തന്നെ. ആ വന്നാ നീ? ഓ, നീ അതുപോലെ മേല് കഴുക വേദി. ആകെ വേർത്ത് കുളിച്ചിരിക്കണാണ്. ഞാനിപ്പോൾ ആ സോഫയുടെ തുണി മാറ്റിയുള്ളൂ. അതിക്കേറെ അങ്ങനെ തന്നെ ഇരുന്നോ നീ? എൻ്റെ പൊന്നമ്മ, ഇതെങ്ങനെ പറയാൻ തോന്നുന്നു? മനസ്സിലൂടെ ചത്തിരിക്കണേ. അതിൻ്റെ ഒരു സോഫയുടെ തുണി. ആ മോൾ എത്തിയാ?
എന്ത് ടയേർഡായിട്ടുണ്ടല്ലോ മൊത്തം. എൻ്റെ പൊന്നോ, എനിക്ക് വയ്യ. എന്നെ ഇവിടം വരെ എങ്ങനെ വന്നെന്ന് പോലും എനിക്ക് അറിയാൻ പാടില്ല. ഞാൻ മൊത്തം പോയിരിക്കണ, അവിടെ ചത്തിരിക്കണ ഞാൻ. അതിനിടയിൽ അമ്മയുടെ ഒരു സോഫ തുണി. എനിക്ക് എന്തോരം ചെയ്യണമെന്നറിയാം. ഒരാഴ്ചക്കുള്ളിൽ അസൈൻമെൻറ്റ് ചെയ്ത് ലാസ്റ്റ് സാർ സബ്മിറ്റ് ചെയ്യാനുള്ളതാണ്. ഇവിടെ പ്ലാൻ ചെയ്യാൻ തുടങ്ങിയിട്ടില്ല എന്ത് ചെയ്യണമെന്ന് പോലും. മോള് കുറച്ചിനും പോയി ഒന്ന് കിടക്ക്, കുറച്ച് റെസ്റ്റ് എടുക്കും മോള്. എന്നിട്ട് മോൾ അസൈൻമെൻറ്റ് ചെയ്ത് തരുന്നാൽ മതി കേട്ടാ. മോള് ചെല്ലാന്നോ. എടി കാവ്യ, നീ വീട്ട് അവൾക്ക് വയ്യാണ്ടിരിക്കണല്ലേ. നീ കൂടുതലൊന്നും പറയുന്നു വേണ്ട അവളോട് കേട്ടോ. ഓ, ഇവളെന്താ എടുക്കാതെ വിളിച്ചിട്ട്? ഇത്ര നേരം വിളിക്കണതിനെ. പെണ്ണുമ്പളെ എവിടെ പോയി കിടക്കാണ്? കുറെ നേരം വിളിച്ചിട്ട്. ഈ വോയിസ് എങ്കിലും കേൾക്കുന്നീന്ന്. നീ ഒന്ന് ഫ്രീ ആണെങ്കിൽ എന്ത് ചെയ്യണേ എനിക്ക് അറിയാൻ പാടില്ല. നീ ഫോൺ എടുക്കുമ്പോ എൻ്റെ കോളിൽ മിസ് കോളെങ്കിലും കാണുമ്പോൾ നീ ഒന്ന് തിരിച്ച് വിളിക്ക് ഒരു കാര്യത്തിന്. ഇവക്ക് ഇതെന്ത് പറ്റി? കുറെ വിളിച്ചിട്ടുണ്ടല്ലോ, സമയം ഇത്രയും പോയോ? എന്താടി വിളിച്ച? ഉറങ്ങണായിരുന്നു. സക്കാലം കൂടെ ഫോൺ എടുക്കല്ലോട്ടാ. ഒരു അത്യാവശ്യം കാര്യം പറയാനും പറ്റില്ലല്ലോ നിന്നോട്. എന്താടി, എന്ത് പറ്റി? എന്തെങ്കിലും സീനുണ്ടോ? സീനൊന്നുമില്ല. ഞാൻ നിന്നെ വെറുതെ ബോറടിച്ചപ്പോ ഒന്ന് വിളിച്ചതാണ്. പന്നി പേടിപ്പിച്ച് കളഞ്ഞല്ല. ഇതെന്നാണ് നീ എന്നെ വിളിച്ചത്? ഞാൻ നിന്റെ മിസ് കോളും കണ്ടാണ് ഇത്ര മിസ് കോൾ കണ്ടപ്പോൾ ഞാൻ എണീറ്റത് തന്നെ. എടിനൊക്കെ നേരം ഇങ്ങനെ വെറുതെ ഇരിക്കണത്. എന്ത് ചെയ്യണമെന്ന് പോലും എനിക്കറിയാൻ പറ്റില്ല. അസൈൻമെന്റ് കൊള്ളാം. ഞാന് തന്നെയടി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാൻ പാടില്ല. ഞാനിപ്പോൾ എണീറ്റുള്ളൂ. സമയം ഇപ്പോൾ 11 മണിയും കഴിഞ്ഞ്. ഇനി എന്ത് ചെയ്യാനാണാവോ? എടി വേദി, ഇപ്പൊ വിളിക്കാട്ടെ നിന്നെ. ആടി, ശരിയെന്നാ. ഇതാണ് അടുത്ത് വിളിക്കണത്. ഹലോ, നീ ഉറങ്ങിയില്ലേ ഇത്ര നേരമായിട്ട്? ഞാൻ ഉറങ്ങില്ല എന്നാ? അല്ല, ഇനി താനാരോടോ? ഞാൻ നോവയാണ്. എടോ, തനിക്ക് നാളെ തന്നെ പറഞ്ഞൂടെ താൻ നോവയാണെന്ന്? എനിക്കറിയാവോ താനാ വിളിക്കണേന്ന്. സോറി. ഓ, എന്തുണ്ടെങ്കിലും തനിക്ക് സോറി പറയാൻ മാത്രം അറിയാം. അത് വിട്, താൻ വിളിച്ചാലും പറ. ഞാൻ നിനക്ക് കുറച്ച് PDF അയച്ചിട്ടുണ്ട്, ജസ്റ്റ് നോക്കണേ ഒന്ന്. എന്ത് PDF? അസൈൻമെൻറ്റ് ചെയ്യാനുള്ള PDF. ജസ്റ്റ് ഒന്ന് നോക്ക്, വായിച്ച് നോക്കിയാൽ മതി. അത് നമുക്കൊരു ഐഡിയ കിട്ടുമല്ലോ ചെയ്യാൻ വേണ്ടിയുള്ള. ഇപ്പോൾ തന്നെ നോക്കണമെന്നുണ്ടോ? ഇയാളെ ജസ്റ്റ് എടുത്തൊന്ന് വായിച്ച് നോക്കിയിട്ട് കിടന്നോ. അധികമൊന്നുമില്ല, കുറച്ചുള്ളൂ. ഓക്കെ, ഞാൻ വായിച്ച് നോക്കാമല്ലോ. അല്ല, ഇയാൾ കിടന്നില്ലേ ഇത്ര നേരമായിട്ട്? ഞാൻ ആ PDF കുറച്ച് അസൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കണമായിരുന്നു. ഓ, ഓക്കെ. എന്നാ ശരി, ഗുഡ് നൈറ്റ്. നാളെ കാണാം. ഗുഡ് നൈറ്റ്. വേദി, നീ എന്തായിരുന്നു ഇവിടെ? ഞാൻ ഉണ്ടായി. നീ അത് ഇത്ര ലേറ്റ് ആയത്? ഞാൻ അമ്മ എപ്പോഴും എൻ്റെ കറക്റ്റ് സമയത്താണ് വന്നത്. നീ നേരത്തെ ഒന്നുണ്ട് നിനക്ക് തോന്നണേന്. ആണല്ലേ? അത് വിട് നീ എന്നാ. എടി, നമുക്ക് ഏതായാലും 2 ദിവസം അവധിയല്ലേ? 2 അല്ല 3 ദിവസം ഉണ്ട്. 3 ദിവസം അവധി. 3 ദിവസം അവധിയിൽ അമ്മ പറഞ്ഞ് നാട്ടിലൊക്കെ ഒന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞ്. പക്ഷെ അച്ഛൻ പറഞ്ഞ് വേണ്ട, വേദിക്ക് അസൈൻമെൻറ്റും മമ്മിക്ക് പഠിക്കാനൊക്കെ ഉള്ളതല്ലേ, അടുത്ത ആഴ്ച വല്ല പോകാമെന്ന് പറഞ്ഞ്. അതിനിപ്പം എന്താടി? എടി, ഞാനപ്പുറത്ത് ഇനി വല്ല നാട്ടിൽ വല്ലതും പോകുമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് എന്നുവെച്ചാൽ പിന്നെ അച്ഛൻ അസൈൻമെൻറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോഴടി ഞാൻ ഓർത്തത് എന്ത് ചെയ്യണമെന്നുള്ള എനിക്കറിയില്ല. ടെൻഷനാവണമെന്ന് എനിക്ക് അത് ഓർക്കുമ്പോൾ. എടി, ഇന്നലെ നീ എന്നെ വിളിച്ചിട്ട് പോയില്ലേ? അത് കഴിഞ്ഞപ്പോൾ നോവ വിളിച്ചെന്നെ. നിന്നെ വിളിച്ചെന്നാ? വേദി, ആടെ അവനാ വിളിച്ചത്. ഞാൻ ആദ്യം ആളറിയാണ്ട് എന്തൊക്കെയാണ് വിളിച്ച് പറഞ്ഞ് ഫസ്റ്റ് തന്നെ. അവിടെ എനിക്കൊരു PDF അയച്ചിട്ടുണ്ടടി, അത് പറയാൻ വേണ്ടി അവൻ വിളിച്ചതായിരുന്നു. വേദി, എന്തൊക്കെ കാണണേ? മിയ,
വെറുതെ ഇരിക്കട്ടാ. ആ പറഞ്ഞോളല്ല, അപ്പം തന്നെ വന്ന്. ഒരെണ്ണം അല്ല, രണ്ടെണ്ണം. രണ്ടുപേരും ഭയങ്കര സന്തോഷത്തിലാണോ? അത് പിന്നെ ഞങ്ങൾ വെറുതെ തമാശയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കലായിരുന്നു. കണ്ടിന്യൂ നടക്കട്ടെ എന്നാ. ഹായ് വേദിക. ഹായ്. ഞാൻ ഇന്നലൊരു PDF അയച്ചിട്ടുണ്ടായില്ലേ, അത് വായിച്ചു നോക്കിയായിരുന്നോ? ആ പിന്നെ വായിച്ചു നോക്കിയായിരുന്നു. അതിനാ വായിച്ചിട്ട് കിടന്നത്. ആണോ? ഓക്കെ. എനിക്ക് കുറച്ചും കൂടി വേറെ കിട്ടിയിട്ടുണ്ട്. ഞാൻ അതൊക്കെ സെൻഡ് ചെയ്യാം കേട്ടോ. കോളേജ് കഴിയൂലേ, അപ്പം ഞാൻ സെൻഡ് ചെയ്തിട്ടേക്കാം. ആ മതി. നോവ സാവധാനം പതുക്കെ അയച്ചാൽ മതി. വേദി പറഞ്ഞു കൊടുക്കട്ടെ, ഉറങ്ങിക്കൊണ്ട ഇന്നലെ വായിച്ചേന്ന്. എൻ്റെ പൊന്നുമീയെ വെറുതെ ഇരിക്കടി. ഹലോ, ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാവരും വർക്കൊക്കെ തുടങ്ങിയല്ലേ? ഞാൻ വന്നെന്താ വെച്ചാൽ, വേദിക ഹരീഷ്. യെസ് മാം. വേദിക, ഒന്ന് എൻ്റെ കൂടെ ഒന്ന് സ്റ്റാഫ് റൂം വരെ ഒന്ന് വരാൻ പറ്റുമോ? ഒരു കാര്യത്തിനായിരുന്നു. യെസ് മാം, ഞാൻ വരാം. കർത്താവേ, ഇവളെന്തിനാ മാം വിളിക്കണത്? വള്ളുവല്ല ഒപ്പിച്ചവള്. വേദിക പേടിക്കാനൊന്നും വേണ്ട കേട്ടോ, ഞാൻ വിളിച്ചതില്ലേ. ഞാൻ എന്താണെന്ന് വെച്ചാലേ, വേദിക ട്രാൻസ്ഫറായി വന്നല്ലേ ഇങ്ങോട്ട്? അല്ല, റീസൺ എന്തായിരുന്നു? യെസ് മാം, അത് അച്ഛൻ ഇങ്ങോട്ട് ട്രാൻസ്ഫർ കിട്ടി. അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. ക്ലാസ്സൊക്കെ ഇതിന് മുമ്പ് കുറച്ച് തുടങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കുറച്ച് നോട്ട്സൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ വാങ്ങിച്ച് എഴുതിയേക്കോ? ആരോട് ചോദിക്കുമോ ഇപ്പോൾ? ഞാനത് ഇഷാനോട് ചോദിച്ചോളാം. ഓക്കെ. അതല്ല, ഇഷാൻ എങ്ങനെ അറിയാം ഇതിനു മുമ്പ്? ഇഷാൻ എൻ്റെ കസിനാണ് മാം. ഓക്കെ, അപ്പോൾ കാര്യങ്ങൾ കുറച്ച് എളുപ്പമായല്ല. ഏതായാലും അസൈൻമെൻറ്റ് മതി കേട്ടോ ഈ വീക്ക് മൊത്തം. അത് കഴിഞ്ഞിട്ട് നോട്ട്സ് പതുക്കെ എഴുതിയാലും മതി. അതല്ല, ഈ മിയ ജോർജും ട്രാൻസ്ഫറായി വന്നതല്ലേ? യെസ് മാം, എൻ്റെ കൂടെ ട്രാൻസ്ഫറായി വന്നതാണ്. മീൻസ് അവളുടെ മമ്മിക്കും ട്രാൻസ്ഫർ ഇങ്ങോട്ടാണ് കിട്ടിയത്. അപ്പം അവളും എൻ്റെ കൂടെ. എന്നാൽ ഓക്കെ, അസൈൻമെൻറ്റ് കഴിയുമ്പോൾ രണ്ടുപേരും നോട്ട്സൊക്കെ എഴുതിയേക്കണം കേട്ടോ. എന്നാൽ വേദിക ക്ലാസ്സിലോട്ട് പോയിക്കോ. मैं हो लाही माही माँ, मैं हो बाही लाई माँ. വേദികേന എന്തിനാ മാം സ്റ്റാഫ് റൂമിലോട്ട് വിളിച്ചത്? അതോ, ഞാനത് ട്രാൻസ്ഫറായി വന്ന കാര്യം ചോദിക്കാൻ വേണ്ടിയായിരുന്നു. വേദിക ട്രാൻസ്ഫറായി വന്നതാണല്ലേ? അല്ല, എന്തായിരുന്നു കാര്യം? അത് അച്ഛൻ ഇങ്ങോട്ട് ട്രാൻസ്ഫർ കിട്ടി, അപ്പം ഞങ്ങളും അറിയേണ്ടി വന്നു. ഓക്കെ. അതല്ല, നോവെന്താ ക്ലാസ്സിന് പുറത്തിറങ്ങി കിടക്കണ? ഞാൻ വെറുതെ ഇറങ്ങിയ ക്ലാസ്സിന് പുറത്തോട്ട്. ക്ലാസ്സിനുള്ളിൽ ഇരിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് പുറത്തോട്ട് ഇറങ്ങിയ. എടാ, 3 ദിവസം എന്താ പരിപാടി? ക്ലാസ് ഒന്നും ഇല്ലല്ലോ. ഇനിയിപ്പോൾ ഏതായാലും കുറച്ച് ദിവസം ആൻറ്റി അടുത്ത് പോയി നിൽക്കണം. ആൻറ്റി കുറച്ച് ദിവസം കാണണമെന്ന് പറയണത്. കുറച്ച് ദിവസം അവിടെ തങ്ങണം. ഏതായാലും ഇനി കോളേജ് തുറക്കുമ്പോൾ ഹോസ്റ്റലിലോട്ട് വന്നാൽ മതിയല്ലോ. എടാ, നിനക്ക് പ്രാന്താടാ, ഇത്ര അടുത്ത് വീടുണ്ടായിട്ട് ഹോസ്റ്റലിൽ നിൽക്കണത്? അല്ല, കുറച്ച് ദൂരമുണ്ട് എന്നാലും. എടാ, ഞാൻ എന്ത് ചെയ്യാനാടാ, ആൻറ്റി നിർത്തിയതല്ലേ. അതൊക്കെ കൊട്ടേഷൻ. നിനക്കെന്താ പരിപാടി 3 ദിവസം? എനിക്കെന്ത് പരിപാടി, ഇവിടെ ഹോസ്റ്റലിൽ തന്നെ വെറുതെ ഇരിക്കും. എടാ, നിനക്കൊന്ന് എൻ്റെ കൂടെ വന്നൂടെ വീട്ടിലോട്ട്? ഞാൻ വരാല്ലേ? ആടാ, വാ നീ. നോവ, നീ വന്നാ വീട്ടില്? ഇഷാനുണ്ടായിരുന്ന? ആൻറ്റി കുറച്ച് ദിവസം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ വിചാരിച്ചു. എന്തിങ്ങനെ നിൽക്കണ്ടത്? അകത്തോട്ട് വായോ. അതൊക്കെ പോട്ടെ, നിങ്ങളുടെ പഠിത്തമൊക്കെ എങ്ങനെ പോണ്? ആൻറ്റി നന്നായിട്ടൊക്കെ പോകുന്നുണ്ട്. നോവ, നീ എന്നൊന്നും മിണ്ടാത്തത്? ആൻറ്റി എൻ്റെ നന്നായിട്ട് പോകുന്നുണ്ട്.
ഇവിടെ നിന്ന് വെറുതെ ഒറ്റയ്ക്ക് നിൽക്കണ്ടേ, അതുകൊണ്ടാണ് ഞാനൊരു ഹോസ്റ്റലിൽ നിർത്തിയത്. അവിടെ വന്ന് നിങ്ങളെ കണ്ടാലോ ഒരു കൂട്ട്. ഇവിടെ ഒറ്റക്കായോണ്ടാണ്. പിന്നെ അയ്യോ മാറിന്ന് എനിക്ക് അപ്പ എന്നെ കാണാൻ തോന്നും. ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ മോനെ. പിന്നെ ഈശൻ, നിന്റെ വീട്ടുകാർ എന്നാ പറയുന്നു മോനെ? സുഖമല്ലേ എല്ലാവർക്കും? ഹായ് ആൻറ്റി, അവർക്കൊക്കെ സുഖമാണ്. ഞങ്ങളൊന്ന് മേലോട്ട് പോകണ്ട ആൻറ്റി. ബൈ ഷൻ. എല്ലാം കഴിച്ചിട്ട് പോടാ മക്കളെ. പിന്നെ കഴിക്കാം, സമയമുണ്ടല്ലോ. ഓ, ഇത് നിങ്ങളുടെ ഒരു കാര്യം. എടാ നോവ, എൻ്റെ അസൈൻമെൻറ്റ് വല്ലതും ആയാ? എൻ്റെ കുറച്ച് PDF ഒക്കെ കിട്ടി. അതൊക്കെ ഞാൻ വേദികക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. നിൻ്റെ വേദിയല്ലേ അസൈൻമെൻറ്റ് പാർട്ട്ണർ? എൻ്റെ ആരാന്നറിയോ? നിൻ്റെ മിയല്ലേ? ആടാ, മിയാണ്. എന്താടാ മിയാന്നൊക്കെ പറയുമ്പോൾ ഒരു നാണമൊക്കെ എൻ്റെത്. എനിക്ക് നാണോ? എടാ പോടാ. എടാ ഏതായാലും 3 ദിവസം നമുക്ക് ക്ലാസ് ഇല്ല. അപ്പോൾ ഏതായാലും മിയ വേദിയുടെ വീട്ടിൽ പോകാൻ ചാൻസ് ഉണ്ട്, അസൈൻമെൻ്റ് ആയതുകൊണ്ട്. നമുക്കും പോയാലാടാ. എടാ അത് വേണ, ഞാൻ വന്നാൽ സീനാകുമല്ലോ. എടാ അതോർത്ത് നീ ടെൻഷൻ അടിക്കൊന്നും വേണ്ട. നിനക്ക് സീൻ കിട്ടിയൊന്നുമില്ല, എനിക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. മേമയല്ലേ, സെറ്റാക്കാം. എടാ ഞാനെന്നേ വേദിനൊന്ന് വിളിച്ചു നോക്കട്ടെ, അവളോട് ചോദിക്കാല്ല. ഈശാൻ വിളിക്കുന്നുണ്ടല്ലോ. ഹലോ, എന്താടാ? ആ ഐഡി വേദി. ഏതായാലും ഈ 3 ദിവസം നമുക്ക് കുറച്ച് പണിയൊക്കെ ഇരിക്കില്ല അസൈൻമെൻറ്റിൻ്റെയൊക്കെ. ഞങ്ങൾക്ക് ഏതായാലും അസൈൻമെന്റിന്റെ പണിയായിരിക്കും. മിയ ഉണ്ടാവുമല്ലേ? എടി നാളെ ഞാനും പറട്ടെ, എന്നാ അസൈൻമെൻറ്റ് ഒരുമിച്ച് ചെയ്യാമല്ലോ. ആടാ, നീ വന്നോ. ആടി ശരി എന്നാ. എടി നോവ ഉണ്ടാവട്ടാടി എന്നാ. ശരി എന്നാ. ഹലോ ഹലോ, എടാ എടാ വെക്കല്ലേ. ഹലോ വെച്ച് നോവ ഉണ്ടെന്നാ.